അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. അതിൻ്റെ പേര് പനങ്കൽക്കൻ കാപ്പി. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം 2 കപ്പ് വെള്ളം വേണം. നമ്മളെ നോർമൽ വാട്ടർ എടുത്താൽ മതി. പിന്നെ 1 കപ്പ് പാൽ അതേ അളവിൽ തന്നെ. പിന്നെ ആവശ്യത്തിന് കാപ്പിപ്പൊടി. പിന്നെ വേണ്ടത് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം പനങ്കൽക്കണ്ട്. ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മുടെ സ്റ്റൗ കത്തിക്കുക. സ്റ്റൗ കത്തിച്ചതിന് ശേഷം നമുക്ക് പാന് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 2 കപ്പ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വെള്ളം ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ജസ്റ്റ് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പനങ്കൽക്കണ്ട് ആവശ്യത്തിന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് എത്ര ആഡ് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് നിങ്ങളുടെ മധുരം അനുസരിച്ചിരിക്കും. പനങ്കൽക്കണ്ട് നമ്മുടെ പഞ്ചസാര പോലെ തന്നെ നല്ല മധുരമുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഒരു പനങ്കൽക്കണ്ട് കഷ്ണം വായിലിട്ട് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിന് എത്രമാത്രം മധുരം ഉണ്ടെന്ന്. അതുകൊണ്ടാണല്ലോ അതിനെ കൽക്കണ്ടെന്ന് തന്നെ വിളിക്കുന്നത്. അപ്പോൾ ഇന്ന് ഒരുപാട് ഹെൽത്ത് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ള ഒരു ഐറ്റമാണ്. ഹെൽത്തി ആവാനും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. 1 കപ്പ് പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ലക്ഷ്യം ഈ പനങ്കൽക്കണ്ട് നമ്മുടെ വെള്ളത്തിലും പാലിലും കിടന്ന് ഇത് നന്നായിട്ട് ഇതുമായിട്ട് മിക്സായിട്ട് വരണം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക, നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഈ നമ്മുടെ പനങ്കൽക്കണ്ട് പാലും വെള്ളം തിളയ്ക്കുന്നതിനോടൊപ്പം തന്നെ ഇതിൽ മെൽറ്റായിട്ട് വരും, അലിഞ്ഞ് വരും. അപ്പോൾ കംപ്ലീറ്റ്ലി മിക്സായിട്ട് വരികയും ചെയ്യും. ഓക്കെ, കംപ്ലീറ്റ് എസൻസ് ഇതിലേക്ക് ഇറങ്ങി വന്ന് ഇപ്പോൾ കണ്ടല്ലോ പനങ്കൽക്കണ്ട് കുറേശ്ശെ അലിഞ്ഞ് മെൽറ്റായി വരുന്നുണ്ട്. നമ്മൾ പനങ്കൽക്കണ്ട് കംപ്ലീറ്റ്ലി മെൽറ്റായി വരുന്നുണ്ട്. അതാണ് കംപ്ലീറ്റ് മെൽറ്റായി വരണം, അതാണ് നമ്മുടെ ഉദ്ദേശം. പാലും വെള്ളം കൂടെ തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ പനങ്കൽക്കണ്ട് അലിഞ്ഞ് തന്നെ ഇരിക്കും. ഇപ്പോൾ പാല് ഏകദേശം ചൂടായി തിള വരാനായിട്ടുള്ള ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. പാല് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കാപ്പിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് കാപ്പിപ്പൊടി, അത് നിങ്ങളുടെ കടുപ്പം അനുസരിച്ച് തന്നെ ആഡ് ചെയ്ത് കൊടുക്കും. ഞാനിവിടെ ഒരു സ്പൂൺ കംപ്ലീറ്റ് എടുത്തിട്ടില്ല, അതിൽ നിന്നും കുറച്ച് കാപ്പിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് സാധാരണ നമ്മൾ എടുക്കുന്ന കടുപ്പം. ഇതിനേക്കാൾ കടുപ്പം കുറച്ച് മതി നിങ്ങൾക്കെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് കുറച്ച് കാപ്പിപ്പൊടി എടുത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരണം. അപ്പോൾ അതിനാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ഇനി ഇളക്കി കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം പനങ്കൽക്കണ്ടിൻ്റെ ചെറിയ കഷ്ണങ്ങളും കൂടെ മെൽറ്റായിട്ട് വരാനുണ്ടെങ്കിൽ അതും കൂടെ മെൽറ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ല പോലെ തിള വരുന്നത് വരെ തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ കാണുന്നുണ്ടല്ലോ, തിളച്ച് വരുന്നുണ്ട്. ഇത് നല്ല തിളച്ച് പൊങ്ങി വരാനായിട്ടാണ് ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. തിളച്ച് പൊങ്ങി വരാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, നല്ല രീതിയിൽ തിള വരുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ സ്മോക്ക് കാരണമാണ് ഇങ്ങനെ ഒരു ബ്ലർഡ് ഇമേജ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഈ പുകയുടെ ഒരു തിളച്ച് വരുന്നതിൻ്റെ ആ ഒരു ഇതാണിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. നന്നായിട്ട് തന്നെ തിള വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആവുമ്പോഴേക്കും നമ്മുടെ പനങ്കൽക്കണ്ട് കാപ്പി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എത്രമാത്രം തിളപ്പിക്കാൻ പറ്റുമോ അത്രമാത്രം തിളപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. ഇനി നമുക്ക് തിള മതി. ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ് സെർവ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു കോഫി മഗ് എടുത്തിട്ടുണ്ട്. കോഫി മഗ്ഗിലേക്ക് നമ്മുടെ പനങ്കൽക്കണ്ട് കാപ്പി സെർവ് ചെയ്തെടുക്കുന്നു. നല്ല ആവി പറക്കുന്ന നല്ല ചൂട് കിടിലം ടേസ്റ്റി ആൻഡ് ഹെൽത്തി മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ള പനങ്കൽക്കണ്ട് കാപ്പിയാണ് നിങ്ങളിവിടെ കാണുന്നത്. എല്ലാവരും ഈ വീഡിയോ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ഇത് ലൈക്ക് ചെയ്യണം, എല്ലാവരും ഇത് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ എല്ലാവരും ഇത് സബ്സ്ക്രൈബും ചെയ്യണം. അങ്ങനെയാണ് നിങ്ങൾക്ക് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളിത് ചെയ്ത് നോക്കുകയും വേണം. നിങ്ങൾക്കപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാകും. നിങ്ങൾക്കിത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പഞ്ചസാര കാപ്പിയൊക്കെ മാറ്റി വെച്ചിട്ട് പനങ്കൽക്കണ്ട് കാപ്പി മാത്രമേ ഉപയോഗിക്കുള്ളൂ. അത്രമാത്രം ടേസ്റ്റിയാണ് ഇത്. താങ്ക് യു.